നമസ്കാരം, ഞാൻ സുനിൽ മഠത്തിൽ. എല്ലാവർക്കും നല്ലൊരു സമയം ആശംസിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. പലപ്പോഴും നമ്മുടെ പ്രയാസങ്ങളിൽ, നമ്മുടെ പ്രശ്നങ്ങളിൽ നമുക്ക് ക്ഷമയില്ലായ്മ നമുക്കത് ഒരുപാട് ദുരിതങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ള വലിയ സത്യമാണ്. പണ്ടൊരു സന്യാസി ഒരു ദൂരയാത്രയ്ക്ക് പോയി. ആ യാത്ര ഒരുപാട് ദേശങ്ങളൊക്കെ ചുറ്റിക്കറങ്ങി. സന്യാസിയും കൂടി ശിഷ്യനുണ്ട്. ഒരു ദേശത്തെത്തിയപ്പോൾ സന്യാസി പറഞ്ഞു, എനിക്ക് ദാഹിക്കുന്നു, ഇന്ന സ്ഥലത്തൊരു നദിയുണ്ട്, ആ നദിയിൽ പോയിട്ട് കുറച്ച് വെള്ളം എടുത്തിട്ട് വാ എന്ന് ശിഷ്യനോട് പറഞ്ഞു. അങ്ങനെ ശിഷ്യൻ പോയി. കുറച്ച് കഴിയുമ്പോൾ ശിഷ്യൻ തിരിച്ചു വന്നപ്പോൾ കയ്യിലൊന്നുമില്ല. അദ്ദേഹം ചോദിച്ചു, പിന്നെ വെള്ളം എവിടെയെന്ന് ചോദിച്ചു. അദ്ദേഹം ശിഷ്യൻ പറഞ്ഞു, അവിടെ ചെന്നപ്പോൾ നദി കലങ്ങി കിടക്കുന്നു. നദിയിലൂടെ കുറേ കാളവണ്ടികളും മറ്റ് ഇതൊക്കെ കൂടി കടന്നു പോയിരിക്കുന്നു. വെള്ളം മൊത്തം കലങ്ങിപ്പോയി എന്ന് പറഞ്ഞു. അദ്ദേഹം ചോദിച്ചു, കാത്തിരുന്നാൽ തെളിയാത്ത ജലമുണ്ടോ? കാത്തിരുന്നാൽ തെളിയാത്ത നദിയുണ്ടോ? പ്രിയമുള്ളവരെ, ശിഷ്യൻ തിരിച്ചു പോയി. ചെന്നപ്പോൾ വെള്ളം കലങ്ങി കിടക്കുന്നു. കുറച്ചു നേരം കാത്തിരുന്നപ്പോൾ വെള്ളം ഒഴുക്കാണല്ലോ. വെള്ളം തെളിഞ്ഞു കഴിഞ്ഞപ്പോൾ അദ്ദേഹം അതിൽ നിന്ന് വെള്ളമെടുത്ത് കൊണ്ടുപോയി ഗുരുവിന് കൊടുത്തു. ഓക്കെ. പ്രിയമുള്ളവരെ, പലപ്പോഴും നമ്മുടെ ജീവിതം അങ്ങനെ തന്നെയാണ്. നമ്മുടെ ജീവിതത്തിൽ പ്രയാസങ്ങൾ വരുമ്പോൾ നമ്മൾ കാത്തിരിക്കാൻ തയ്യാറാകാറില്ല. അതിൻ്റെ അവസാനത്തിനുവേണ്ടി നമ്മൾ കാത്തിരിക്കാൻ തയ്യാറാകുന്നില്ല. നമുക്ക് പെട്ടെന്ന് പ്രശ്നങ്ങൾ തീരണം, പെട്ടെന്ന് എല്ലാ വിഷയങ്ങളിലും അതിന് പരിഹാരം ഉണ്ടാവണം. പക്ഷെ അതല്ല പ്രിയമുള്ളവരെ, പലപ്പോഴും പല വിഷയങ്ങളിലും കാത്തിരിപ്പ് അത്യാവശ്യം തന്നെയാണ്. ഒരു കാര്യം ഞാൻ പറയാം, ചില വഴക്കുകളുണ്ടാകുമ്പോൾ, വ്യത്യാസങ്ങളുണ്ടാകുമ്പോൾ ഒക്കെ ശ്രദ്ധിക്കുക. കാത്തിരിപ്പ് അത് വലുത് തന്നെയാണ്. കുറച്ച് കാത്തിരുന്നാൽ ചിലപ്പോൾ ഈ വഴക്ക്, വിദ്വേഷം, നമ്മുടെ പ്രയാസങ്ങളെല്ലാം തെളിയും. ദൈവം ഇടപെടും, അതോടെ നീക്കമൊക്കെ ഉണ്ടാകും. അപ്പോൾ മനസ്സിലാക്കുക, കാത്തിരുന്നാൽ തെളിയാത്ത ജലമില്ല. ഓക്കെ. എല്ലാവർക്കും ദൈവം അനുഗ്രഹിക്കട്ടെ. നല്ലൊരു ദിവസം ആശംസിക്കുന്നു.